ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് ഫ്രൈ ആയി എന്താ എയറിലൊന്നല്ല, അതും കഴിഞ്ഞ് വേറെ എവിടെയൊക്കെ പോയി തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ പ്രോമോ കണ്ടപ്പോൾ ഞാൻ കരുതിയത് അനീഷിനെ ലാലേട്ടോ ഫ്രൈ ചെയ്യും എന്നാണ്. പക്ഷേ അനീഷിനെ അല്ല, അനീഷിനെ കൊണ്ട് ഷാനവാസിനെ ഫ്രൈ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് പോയിരിക്കുന്നത്. എന്തായാലും ഷാനവാസ് ചീഞ്ഞ് നാറി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഷാനവാസിൻ്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ്, ഒന്ന് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യില്ല, മറ്റൊന്ന് ഷാനവാസിനേക്കാൾ ഉപരി മറ്റാരും നല്ലതായിട്ട് വരാൻ പാടില്ല. അതിനുവേണ്ടി ഷാനവാസ് എന്ത് ഗെയിമും കളിക്കും. അതിന് ഗ്രൂപ്പീസോ പെങ്ങളുട്ടിയോ അനിയനോ അനീത്തിയോ എന്ത് ഗെയിം വേണമെങ്കിലും ഷാനവാസ് എടുക്കും. ഷാനവാസോടെ ഉള്ള ഓരോ കണ്ടസ്റ്റൻസിലും ഓരോരോ ഗെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ശത്രുസ്ഥാനത്ത് കാണുന്നത് ഒരാളെ മാത്രമാണ്, ഒന്ന് അക്ബറിനെ. പിന്നെ അനീഷിനെ ശത്രുസ്ഥാനത്ത് കാണുന്നുമില്ല, ഒരു കൂടെ നിർത്തിയിട്ട് പിന്നീട് ഇടയിൽ നിന്ന് കുത്താൻ പറ്റിയ ഒരു ഐറ്റമായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഷാനവാസിൻ്റെ ഗെയിം. ഇതെല്ലാം മനസ്സിലാക്കിയ ബിഗ് ബോസും ലാലേട്ടനും ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനെ വലിച്ച് കീറി ഒട്ടിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നു, സ്ത്രീകളോട് റെസ്പെക്റ്റ് ഇല്ല എന്നുള്ള കാര്യം ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഷാനവാസ് അത് പറഞ്ഞാലൊന്നും അനുസരിക്കില്ല, വീണ്ടും സ്ത്രീകളെ മോശമായിട്ട് പറയും, വീട്ടുകാരെ വിളിച്ച് പറയും. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലാലേട്ടൻ അനീഷിനോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അത് പറയാൻ സമ്മതിക്കാതെ അനീഷ് ഇങ്ങനെ കൈ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ദേഷ്യം വന്നു. ലാലേട്ടൻ പറയുന്നത് പോലും ഷാനവാസിനെ ഇഷ്ടപ്പെടുന്നില്ല, ലാലേട്ടനോട് പോലും ഭയങ്കര മോശമായിട്ടൊക്കെ പെരുമാറുന്നതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഷാനവാസിനെ കുറ്റം പറയുന്നവരെ ഷാനവാസിന് സഹിക്കില്ല. അതിപ്പോൾ ലാലേട്ടനാണെങ്കിലും മറ്റാരാണെങ്കിലും, ഇപ്പോൾ ദൈവതുല്യമൊക്കെ ആയിട്ടാണ് ലാലേട്ടനെ കാണുന്നതെന്ന് പലതവണ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ പോലും ഇഷ്ടപ്പെടാതെ ആ മുഖഭാവത്തിലും ആ പെരുമാറ്റത്തിലും ലാലേട്ടനോട് തർക്കുത്തരം പറയുന്ന പോലെയൊക്കെ എനിക്ക് ലൈവിൽ ഫീൽ ചെയ്തു. ഷാനവാസിന് മറ്റുള്ളവരെ ലാലേട്ടൻ പൊരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും എന്നൊക്കെ. പക്ഷേ ഷാനവാസിനെ ആരെങ്കിലും അല്ലെങ്കിൽ ഷാനവാസിനെ ലാലേട്ടൻ പൊരിക്കുന്നത് ഷാനവാസിന് ഭയങ്കര ദേഷ്യമാണ്. ലാലേട്ടനോട് പോലും തർക്കുത്തരം പറയാൻ മടിയില്ലാത്ത രീതിയിലാണ് കേട്ടോ. ലാലേട്ടൻ എന്നിട്ട് പറഞ്ഞു ഷാനവാസിൻ്റെ ഈ സ്വഭാവത്തിന് ഞാനൊരു 7ന്റെ പണി തരുന്നുണ്ടെന്ന്. അപ്പോൾ പറയാണ് എനിക്ക് കുഴപ്പമില്ല എന്ന്. അല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഷാനവാസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് 7ന്റെ പണി തരാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴൊന്നും കഴിയില്ല, ഇനിയും സമയമുണ്ട് നന്നാവാനായിട്ടെന്ന്. ഇന്ന് തുടക്കം മുതലേ ഷാനവാസ് ഫ്ലോപ്പാണ്. ലാലേട്ടൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഷാനവാസിനെ സംബന്ധിച്ച് ഇങ്ങനെ ഡൗണായി എപ്പിസോഡിൻ്റെ അവസാനം എത്തിയപ്പോൾ വലിച്ച് കീറി ഇങ്ങനെ സൗണ്ടൊക്കെ ഇടറിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഷാനവാസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഭയങ്കര ഓവറായി ഇപ്പോൾ ലാലേട്ടനോട് പോലും എന്തും പറയാം എന്നുള്ളൊരു ഭാവത്തിലൊക്കെയാണ് നിന്നത്. അതെന്തായാലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ലാലേട്ടൻ നല്ല പൊരിച്ചടക്കിയിട്ടുണ്ട്. ഷാനവാസ് ഒരു ഫേക്ക് ഗെയിമർ ആണെന്നുള്ളത് ഇപ്പോൾ ഇതാ തുറന്ന് കാണിച്ചുകൊണ്ട് ലാലേട്ടൻ എത്തിയിരിക്കുകയാണ്. അത് അനീഷിനോട് കാണിക്കുന്ന ഗെയിം അല്ലെങ്കിൽ അനീഷിനോട് കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എല്ലാം കപടമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അത് അനീഷിൻ്റെ മുന്നിൽ തന്നെ തുറന്ന് കാണിച്ചുകൊണ്ടൊക്കെയാണ് ലൈവിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.